ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു പാനിലോട്ട് 2 തക്കാളിയും പിന്നെ അതിൻ്റെ മേലേക്ക് പിന്നെ നല്ല ദോശമാവുണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഐറ്റം. അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം ഒന്ന് എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അത്യാവശ്യം വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3ഓ 4ഓ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി എരിവിന് ആവശ്യത്തിനുള്ള ഒരു 3 വറ്റൽമുളക് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എരിവിൻ്റെ ലെവൽ അനുസരിച്ച് 3ഓ 4ഓ 5ഓ ഒക്കെ ചേർക്കാം. എനിക്ക് 3 ആവശ്യമുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ 3 ചേർത്തോളൂ. ഇനി ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയും ഈ വറ്റൽമുളകും ഒക്കെ നല്ലപോലെ ഒന്ന് വേവണം. അപ്പോൾ ഞാൻ ദാണ്ടെ അടുപ്പത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ നല്ല പോലെ ഒന്ന് തിളച്ച് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ തക്കാളിയുടെ പുറത്തെ ആ സ്കിന്നൊക്കെ ഇതുപോലെ ഒന്ന് ഇളകി ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെയാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ തിരിച്ച് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അതൊന്ന് തണുത്ത് വന്നപ്പോഴേക്കും ഞാൻ അതൊന്ന് അരിഞ്ഞൊക്കെ ഇട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം വലിയ തക്കാളി ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചേർത്തില്ല, ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു തക്കാളിയൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ സാമ്പാർ പൗഡർ ആണ് കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിൽ വെള്ളം ഒന്നും ചേർക്കരുത്, തക്കാളിയുടെ ആ ഒരു നനവിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അരച്ച് കിട്ടും. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. സാധാരണ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ അതാണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയ്ക്കൊക്കെ അങ്ങനെ കണക്കൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിവിടെ അടിച്ചു വെച്ചേക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, നമ്മൾ വറ്റൽമുളകും തക്കാളിയൊക്കെ ചേർത്ത് അടിച്ചില്ലേ, അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ചേർത്താലും നല്ല കുറുകി തന്നെ നമുക്കിത് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ എനിക്കൊരല്പം വെള്ളവും കൂടെ ചേർക്കണം തോന്നിയിട്ട് ഞാനൊരല്പം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. കാര്യം ഇത് നല്ല കുറുകി വരും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഉണ്ടെങ്കിൽ ഒരല്പം ലൂസായിട്ട് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് മിക്സാക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാണ്ട കണ്ടോ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം ദോശമാവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ദോശമാവ് ചേർക്കുമ്പോൾ ഈ കറിക്കുണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു വെറൈറ്റി ലെവലാണ് കേട്ടോ. അതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടും, കറി നല്ല കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കണ്ട, കുറുകി കിട്ടാൻ ഇതുപോലെ ഇച്ചിരി ദോശമാവ് എടുത്ത് ചേർത്താൽ മതി. നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് കറി കിട്ടും. ഇങ്ങനെ ഉടനെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഒന്ന് മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്.
എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നോക്കുക. നമുക്ക് വെപ്രാളത്തിൽ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പ്രവാസികൾക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കാം. ഈ ഒരു ചട്നി ദോശൻ്റെ കൂടെയോ ഇഡ്ലിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അതാണ് നമ്മുടെ ചട്നി കണ്ടോ, കാണുമ്പോഴേ എനിക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതാണ് കണ്ടോ, ഞാൻ ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയേക്കുന്നത്, അതുകൊണ്ടാണ് ദോശ ചെയ്ത് കുറച്ച് മാവെടുത്ത് ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ അതാണ് ഞാൻ ദോശേൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചൂട് ദോശേൻ്റെ കൂടെ ഇത് വെച്ചുകൊണ്ട് കഴിച്ചാലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ചട്നി ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.